വയനാട് ടൗൺഷിപ്പ് പദ്ധതിക്കെതിരെ ഉയർന്ന വിള്ളൽ വിവാദത്തിന് വൈകാരിക മറുപടിയുമായി റവന്യൂ മന്ത്രി കെ രാജൻ. വീടുകളുടെ ഗുണപരിശോധനയുടെ ഭാഗമായി നടന്ന പോണ്ടിംഗ് ടെസ്റ്റിൽ കണ്ടെത്തിയത് നേരിയ ഷ്രിങ്കേജ് മാത്രമാണ്, വിള്ളലല്ല എന്ന് മന്ത്രി വ്യക്തമാക്കി. താൻ ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് മാറി നിൽക്കുന്ന ദന്തഗോപുരവാസിയല്ലാത്തതുകൊണ്ടാണ് വീട്ടിലെത്തി നേരിട്ട് പരിശോധന നടത്തിയതെന്നും വികാരാധീനനായി മന്ത്രി പറഞ്ഞു. കൂലിപ്പണിക്കാരൻ എന്ന വിളി കേൾക്കാൻ അഭിമാനബോധം മാത്രമേ ഉള്ളൂ. അപമാനിക്കാൻ ഉദ്ദേശിച്ച് കൂലിപ്പണിക്കാരൻ എന്ന് വിളിക്കുന്നത് അത്തരക്കാരുടെ സംസ്കാരം എന്നേ കാണുന്നുള്ളൂ എന്നും മന്ത്രി പറഞ്ഞു. യൂത്ത് കോൺഗ്രസും പിന്നീട് കോൺഗ്രസ് നേതൃത്വവും ഒരു വിഭാഗം മാധ്യമങ്ങളും ഉയർത്തിയ വീടിന് വിള്ളൽ വിവാദം 2 ദിവസം കത്തിക്കാളി ഏറെക്കുറെ കെട്ടടങ്ങിയതിനു ശേഷം മാധ്യമങ്ങളെ കണ്ട് വികാരഭരിതമായ ഭാഷയിൽ റവന്യൂ മന്ത്രിയുടെ വിശദീകരണം. വാട്ടർ പോണ്ടിംഗ് പരിശോധന നടത്തിയപ്പോൾ 2 വീടുകളിൽ വെള്ളം കിനിയുന്നതായി കണ്ടെത്തി. ആ ഭാഗം എഞ്ചിനീയർമാർ മാർക്ക് ചെയ്തു. ആ വരെയാണ് വിള്ളലായി ചിത്രീകരിച്ച് മാധ്യമങ്ങൾ തുടർച്ചയായി കാണിച്ചത്. ഘടനാപരമായ വിള്ളലല്ല, നേരിയ ഷ്രിങ്കേജാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. പക്ഷേ ഇത് വീട്ടുടമകൾക്ക് പരിഭ്രാന്തി ഉണ്ടാക്കും വിധം പ്രചരിപ്പിച്ചു. മന്ത്രി എങ്ങനെ എഞ്ചിനീയറാകുമെന്നാണ് ഇപ്പോൾ ചോദ്യം. ദന്തഗോപുരവാസിയായിരുന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നതല്ല തന്റെ രീതി. വിള്ളലെന്ന് കാണിച്ചത് വരയാണെന്ന് സ്വയം ബോധ്യപ്പെടാനും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുമാണ് കയറി നോക്കിയത്. ചൂരൽമലക്കാർക്ക് ഞാനൊരു മന്ത്രിയല്ല, അവരുടെ വീട്ടുകാരനായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാർക്ക് അങ്ങനെ ഒരു വീട് ഏൽപ്പിക്കുമ്പോൾ വിള്ളലുണ്ട് എന്നൊരു ചെറിയ ആശങ്ക പോലും നിലനിൽക്കാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ മേശപ്പുറത്ത് കയറിയത് ഒരു തെറ്റാണ് എന്ന് പറയുന്നവരോട് വളരെ അഭിമാനപൂർവ്വവും അതിലേറെ വിനയപൂർവ്വം എനിക്ക് പറയാനുള്ളത്, എൻ്റെ നാടിൻ്റെ അഭിമാനം കാക്കാൻ ഇതിനേക്കാൾ പൊക്കത്തിൽ കയറണമോ ആ പൊക്കത്തിലും കയറും. അങ്ങനെ ദന്തഗോപുരങ്ങളിലിരുന്ന് ഇത് നിയന്ത്രിച്ച അനുഭവം നേരത്തെ ഞങ്ങൾക്കില്ല. ചൂരൽമലക്കാർക്ക് താൻ കൂട്ടുകാരനാണ്. അരയൊപ്പം ചെളിയിൽ ഗംബൂട്ടിട്ട് ആ മണ്ണിലൂടെ നടന്നയാളാണ് താൻ. ദുരന്തബാധിതർക്കൊപ്പം ഭക്ഷണം പങ്കിട്ട് കഴിച്ചയാളാണ്. പ്രസ്താവിച്ചു പോരലല്ല ശീലം. കളക്ട്രേറ്റിലെ ശീതീകരിക്കപ്പെട്ട മുറികളിൽ ഇരുന്നു കൊണ്ട് പ്രോട്ടോകോളിന്റെ വലിപ്പം പറഞ്ഞു നിന്നവരായിരുന്നില്ല ഞങ്ങളാരും. ഞങ്ങൾ എന്നുദ്ദേശിച്ചത് നമ്മളെല്ലാവരും ആ ചളി നിറഞ്ഞ മണ്ണിൽ ഗംബൂട്ടിട്ട് മുട്ടുവരെയും അരവരെയും താഴുന്ന ചളിയിലൂടെ നടന്നു പോകുമ്പോൾ ഏത് പ്രോട്ടോക്കോളിനെ കുറിച്ചാണ് നമ്മൾ ആരെങ്കിലും ആലോചിക്കുന്നത്? അവിടെയുള്ള 2 ഷട്ടറിൻ്റെ കൺട്രോൾ റൂമിലിരുന്ന് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ദുരന്തബാധിതർക്കും സഹായികൾക്കും കൊടുക്കുന്ന ഭക്ഷണം പരസ്പരം കഴിച്ച് ആ പ്രവർത്തനങ്ങൾക്ക് രാപ്പകലില്ലാത്ത വിധം നേതൃത്വം നൽകിയത്. ഏപ്രിൽ 30-നകം 3 ഘട്ട പരിശോധനയും പൂർത്തിയാകും. മെയ് ആദ്യവാരം വീടുകളിൽ താമസിക്കാനാകും. ടൗൺഷിപ്പ് ഒരു തുറന്ന പുസ്തകമാണ്. വീട്ടുകാർ താമസിക്കാനെത്തും മുൻപ് അതാർക്കും കയറി പരിശോധിക്കാം. നിർമ്മാണ കരാറുകാരായ ഒരാളുങ്കലിനെ കുറിച്ച് ഒരു പരാതിയും ഇതുവരെ കിട്ടിയിട്ടില്ല. ഏറ്റവും ഉറപ്പുള്ള വീടുകൾ കരാറുകാർ ഉറപ്പാക്കിയേ മതിയാകൂ. 5 വർഷം വാറണ്ടി നൽകിയാണ് വീട് നിർമ്മിക്കുന്നത്. മനഃപൂർവ്വമായ ഒരു വൈകിക്കലുമില്ല. ആർക്കും ഒരു ഭീതിയും വേണ്ട. വാർത്തകളിൽ പറഞ്ഞ സ്ഥലത്താണ് താൻ പരിശോധിച്ചത്. തൊട്ടപ്പുറത്ത് പോകണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവിടെയും പോകുമായിരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ വീടുകളുടെ ഉടമകളെയും ഒപ്പം കൂട്ടി ഇനിയും പരിശോധന നടത്തും. വിള്ളലിലൂടെ വെള്ളം കിനിഞ്ഞെന്ന് പരാതി പറഞ്ഞ നൌഫലിനെ ആരും കുറ്റപ്പെടുത്തരുത്. നൌഫൽ ദുരന്തബാധിതനാണ്. വികാരഭരിതമായി അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞതിന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആക്രമിക്കരുത്. നൌഫൽ ഒരു ദുരന്തബാധിതനായിട്ടുള്ള മനുഷ്യനാണ്. അയാൾക്ക് വികാരപരമായ വിധത്തിൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അദ്ദേഹത്തെ ആക്രമിക്കാവുന്ന ഒരു പണിയും ആരും ചെയ്യരുത് എന്ന് ഞാൻ സവിനയം അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ നൌഫലിനൊപ്പം നിന്ന് അട്ടഹസിച്ചവർ പണം പിരിച്ചല്ലാതെ ഒരു കക്കൂസ് പോലും നിർമ്മിച്ചിട്ടില്ലെന്നും മന്ത്രി. വ്യാജ പ്രചാരണങ്ങളുടെ പിന്നിലെ ലക്ഷ്യമെന്താണെന്ന് ജനം തിരിച്ചറിയണം. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് തന്നെ വിളിച്ചതിൽ അഭിമാനമേയുള്ളൂ. 5 വർഷം മന്ത്രിയായിരുന്നിട്ടും മുതലാളി എന്ന് ആരും വിളിച്ചില്ലല്ലോ. ഒരു കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയാം, എനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. PC ജോഷിയുടെയും രാജേഷ് റാവുവിൻ്റെയും P കൃഷ്ണപിള്ളയുടെയും ഒക്കെ സ്മരണകൾ ഇറങ്ങുന്ന ഈ പാർട്ടി ഓഫീസിൽ നിന്ന് എന്നെ മന്ത്രിയായി ചുമതലപ്പെടുത്തി പറഞ്ഞു വിട്ട് 5 വർഷം കഴിഞ്ഞ് കയറി വരുമ്പോൾ മുതലാളി രാജൻ എന്ന പേര് കേട്ടില്ലല്ലോ. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് പറയുന്നതിൽ ആത്മാഭിമാനമുള്ളയാളാണ് ഞാൻ എന്ന് ആവർത്തിച്ച് വികാരപരമായി തന്നെ പറയണം എന്നാണ് എനിക്കിഷ്ടം. തന്നെ അപമാനിക്കാൻ ഉദ്ദേശിച്ച് കൂലിപ്പണിക്കാരൻ എന്ന് വിളിക്കുന്നവർക്ക് കൂലിപ്പണിക്കാരെ പറ്റിയുള്ള സങ്കല്പം എന്തായിരിക്കും? അത് അത്തരക്കാരുടെ സംസ്കാരമെന്നേ കാണുന്നുള്ളൂ എന്നും മന്ത്രി. ആക്ഷേപങ്ങൾ ഒരു കാലത്തും ഉണ്ടാകാതിരിക്കില്ല. പക്ഷേ നിലവിൽ വരുന്ന ആക്ഷേപങ്ങൾ കനകോലു ഉപദേശിച്ചു കൊടുത്ത സിദ്ധാന്തം മാത്രമാണെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു നിർത്തി. ന്യൂസ് മലയാളം.
തിരുവനന്തപുരം.